ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ ചാവേർ സ്ഫോടനം NIA അന്വേഷിക്കും. സ്ഫോടനത്തിന് പിന്നിൽ പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് എന്നാണ് സൂചന. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശ്, ജമ്മു കാശ്മീർ, ഫരീദാബാദ് എന്നിവിടങ്ങളിൽ വ്യാപകമായ പരിശോധന നടക്കുകയാണ്. ചാവേറെന്ന് കരുതുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ കുടുംബാംഗങ്ങളെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ രാജ്യം നടുങ്ങിയ സ്ഫോടനത്തിന് പിന്നിൽ ഭീകര സംഘടനകളുടെ സാന്നിധ്യമുണ്ടെന്ന് വ്യക്തമായതിന് പിന്നാലെയാണ് അന്വേഷണം NIAക്ക് കൈമാറിയത്. സ്ഫോടനമുണ്ടായ സ്ഥലത്ത് NIA ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ അന്വേഷണ ഏജൻസികളുടെ പരിശോധന തുടരുകയാണ്. ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽഫലാഹ് സർവകലാശാലയിൽ നിന്ന് 6 ജീവനക്കാരെ ജമ്മുകശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാവേറെന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ അഹമ്മദ് ഫരീദാബാദ് സ്ഫോടക വസ്തു കേസിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഡോക്ടർ മുസമ്മിൽ, ഡോക്ടർ ഷഹീൻ തുടങ്ങിയവർ ജോലി ചെയ്തിരുന്നത് ഇവിടെയാണ്. ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം ജമാഅത്തുൽ മോമിനാത്തിന്റെ ചുമതലക്കാരി എന്ന് കരുതുന്ന ഡോക്ടർ ഷഹീന്റെ ലക്നൌവിലെ വസതി കേന്ദ്രീകരിച്ചും പരിശോധന തുടരുകയാണ്. ഫരീദാബാദ് സംഘത്തിലെ ഡോക്ടർ അദീലുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ഡോക്ടർ പർവേസ് അൻസാരിയെ കസ്റ്റഡിയിലെടുത്തു. ഉമർ, മുസമ്മിൽ, ആദിൽ എന്നിവർ ജമ്മുകാശ്മീരിലെ പുൽവാമ സ്വദേശികളാണ്. അതിനാൽ പുൽവാമ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഉമറിന്റെയും മുസമ്മിലിന്റെയും കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ അന്വേഷണ സംഘങ്ങൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ഉമറിന്റെ സുഹൃത്തും ഫരീദാബാദിലെ അൽഫലാഹ് സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്ന ആളുമായ ഡോക്ടർ സജാദ് അഹമ്മദ് മാലയെ ജമ്മുകശ്മീരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. അന്വേഷണത്തിനായി 500 അംഗ സംഘത്തെയാണ് ഡൽഹി പോലീസ് നിയോഗിച്ചിരിക്കുന്നത്. ഇതിനിടെ ഫരീദാബാദിലെ സെക്ടർ 56-ൽ നിന്ന് 50 കിലോയിലധികം സ്ഫോടക വസ്തുക്കളുമായി 2 പേരെ പിടികൂടി. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.